അടിയും തിരിച്ചടിയും അടിതട പഠിപ്പിക്കലുമൊക്കെയായി ഒരു കരാട്ടെ കുടുംബമുണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴി. അച്ഛനും അമ്മയും 3 മക്കളും എല്ലാവരും കരാട്ടയിൽ പ്രാഗൽഭ്യം നേടിയവരാണ്. ഇവർ ഒരുമിച്ചാണ് ഇവിടെ എത്തുന്ന 100ഓളം കുട്ടികളെ കരാട്ടെ അഭ്യസിപ്പിക്കുന്നത്. ആ കരാട്ടെ കുടുംബത്തിന്റെ രസകരമായ വിശേഷങ്ങളിലേക്കാണ് ഇനി. അമ്മ നൽകിയ കിടിലം പഞ്ചിന് മകളുടെ ഒത്ത പ്രതിരോധം. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ഇരുവരും മുന്നേറുമ്പോൾ വിധികർത്താവായി റിങ്ങിലുള്ളതാകട്ടെ ഗൃഹനാഥനും. പറഞ്ഞു വരുന്നത് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഒരു ഫാമിലിയെക്കുറിച്ചാണ്. ഒരു അഡാർ ഫാമിലി അല്ല, ഒരു കരാട്ടെ ഫാമിലി, അങ്ങനെ പറയുന്നതാകും ഉചിതം. അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിലെ എല്ലാവരും കരാട്ടെ അഭ്യസിച്ചവരാണ്. വെറുതെ അങ്ങ് പഠിച്ചെടുത്തവരല്ല. കരാട്ടെ എന്നത് ഇവർക്ക് ഇന്ന് ജീവവായു പോലെ പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. രാജേഷ് CP എന്ന കോൺട്രാക്ടർ വർഷങ്ങളായി താൻ തുടർന്നു വന്ന തൊഴിൽ ഉപേക്ഷിച്ചാണ് കരാട്ടെ അധ്യാപകനായി മാറിയത്. കരാട്ടയോടുള്ള അമിത സ്നേഹം തന്നെയായിരുന്നു ഈ ചൂടുമാറ്റത്തിന് കാരണം. പൊതുവെ അന്തർമുഖിയായിരുന്ന ഭാര്യ സൗമ്യയെ വിവാഹശേഷം കരാട്ടയിലേക്ക് എത്തിച്ചതും രാജേഷിൻ്റെ ഈ താല്പര്യം തന്നെ. നിരവധി പുരസ്കാരങ്ങൾ നേടി കരാട്ടയിൽ റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് കുതിക്കുന്ന സൗമ്യയ്ക്കും കരാട്ടെ എന്നത് ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു താളബോധം, ഒരു ദിശാബോധം ഉണ്ടാക്കി തന്നത് ഈ കരാട്ടയാണ്. കരാട്ടെ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പലതിലും ഇൻവോൾവാണ്. പല കാര്യങ്ങളിലും ആവറേജിന് മേളിൽ നിൽക്കുക, കലാപരമായും കായികപരമായും. കാര്യം കരാട്ടെ എന്ന് പറഞ്ഞാൽ അയോധന കലയാണ്. അയോധന കല ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കലയും കായികവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുവാണ്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കരാട്ടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര മാർഗോടുകൂടിയാണ് അക്ഷരാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നത്. മലയാള ബിരുദം 2ാം വർഷ വിദ്യാർത്ഥിനിയായ സൂര്യയിലൂടെയാണ് ഈ കരാട്ടെ കുടുംബത്തിൻ്റെ ആദ്യ തലമുറ മാറ്റം. കുട്ടിക്കാലം മുതൽ പഠിച്ചു തുടങ്ങിയ കലയിൽ ഇന്ന് സൂര്യ താണ്ടാത്ത പടവുകളില്ല. +1 വിദ്യാർത്ഥിനിയായ ആര്യയിലൂടെയായിരുന്നു ആ തലമുറ മാറ്റത്തിൻ്റെ തുടർച്ച. ആദ്യമൊക്കെ മടി കാണിച്ചെങ്കിലും ഇന്ന് ആര്യയും റിങ്ങിലെത്തിയാൽ ഒത്ത പോരാളി തന്നെ. ഇളയവൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി രസ്യ രാജേഷ് കൂടി ഇവർക്കിടയിലേക്ക് ഇറങ്ങിയതോടെ കരാട്ടെ കുടുംബം പൂർത്തിയായി. മൂവരും ഇതുവരെ ഇടിച്ചു നേടിയതാകട്ടെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ. ഇന്ന് ഈ കുടുംബത്തിന് 180-ന് മുകളിൽ ശിഷ്യരുണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ. കുരുന്നുകൾ മുതൽ പ്രായം ചെന്നവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ. കരാട്ടയോടുള്ള ഇവരുടെ താല്പര്യം കണ്ട് അമ്മമാരും കുട്ടികളോടൊപ്പം കരാട്ടെ പഠിക്കാൻ എത്തുന്നുണ്ട്. അങ്ങനെ ആയോധന കല എന്നതിനപ്പുറം കരാട്ടെ സമ്മാനിക്കുന്ന അമൂല്യമായ സമ്പത്ത് ഒരു നാടിനാകെ പകർന്നു നൽകുകയാണ് രാജേഷിൻ്റെയും സൗമ്യയുടെയും ഈ കരാട്ടെ കുടുംബം. ആദർശിനൊപ്പം അജയ്നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ.